നമ്മളെ വീട്ടിന്റെ പേരിലല്ല നമ്മളവിടെ വിളിക്കുക. ഇന്നാളെ മകൻ ഇങ്ങോട്ട് വരുന്ന സ്റ്റേജിലേക്ക് വിളിക്കൂല, എന്നെ രാജ്യത്തിന്റെ പേരെ വിളിക്കുക. ഇന്ത്യൻ പ്രതിനിധീകരിച്ചാ പോണത്, അല്ലെങ്കിൽ കേരളത്തെ പ്രതിനിധീകരിച്ചാ പോണത്, നമ്മളെ വീട്ടിൽ പേരിലല്ല പോണത്. തച്ചോടിയാണ്. അപ്പൊ ഞാന്നുള്ളത് കൈപ്പുറത്ത് നമ്മളെ ഫിറ്റ്സ ജിമ്മിലാണുള്ളത്. അപ്പൊ നമ്മളെ ഒരാളെ ഇവിടെ കാണുന്നുണ്ടായി, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ലോക പഞ്ചഗുസ്തി മത്സരത്തിലൊക്കെ സ്പെയിനിലൊക്കെ പോയിട്ട് ഫസ്റ്റ് ഇന്ത്യക്ക് വേണ്ടി നേടിയാണ് അല്ലേ? അപ്പൊ ഇപ്പൊ എവിടുന്നേലും വിളിക്കുന്നുണ്ടോ അങ്ങനെ മത്സരത്തിൽ പങ്കെടുക്കാൻ? മത്സരത്തിൽ ഇപ്പോ ഒളിമ്പിക്സ് ഇപ്പൊ അടുത്ത് കഴിഞ്ഞു വന്നു, ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പ് ചെയ്യുന്നു. ആ ഇന്റർനാഷണൽ നടന്നത് ഇന്ത്യയിലായിരുന്നു. ബാക്കി ഒളിമ്പിക്സിന്റെ മത്സരം സ്പെയിനിലാണ് നടക്കുന്നത്. അപ്പൊ ആം റെസ്ലിംഗ് മത്സരം ഇന്ത്യയിലായതുകൊണ്ട് ഇന്ത്യക്ക് വേണ്ടി ഇന്റർനാഷണൽ പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതില് ഒരു കയ്യില് ഫസ്റ്റ് കയ്യില് തേർഡ് നേടി. പ്രൈസ് ഇല്ലാതെ ഇതുവരെ പോന്നിട്ടില്ല. പിന്നെ ഫ്രാൻസ്, ഇറ്റലി, പോളണ്ട് ഇങ്ങനെ ഒരുപാട് രാജ്യങ്ങൾക്ക് എപ്പോഴും സെലക്ഷൻ കിട്ടും. നാഷണലിൽ ഫസ്റ്റോ സെക്കൻഡോ കിട്ടിയാൽ ഇന്റർനാഷണൽ സെലക്ടഡ് ആണ്. പിന്നെ പോണെങ്കിൽ ഫണ്ടോ കാര്യങ്ങളോ വേണം. ഇതുവരെ നമ്മൾ പേഴ്സണലായിട്ട് നമ്മൾ ഫണ്ട് കണ്ടെത്തണം. പിന്നീട് കടം വീട്ടാൻ ഒരു വർഷം വേണ്ടി വരും. അപ്പൊ ഈ സ്പോർട്സിന് ഇവിടെ ഗവൺമെന്റ് ഒരു ആനുകൂല്യങ്ങളൊന്നും ഇല്ല? ഒരു ആനുകൂല്യം ഇല്ല. നമ്മൾ സ്പോർട്സ് മന്ത്രി നേരിട്ട് കണ്ടിട്ടുണ്ട്, നിവേദനം നൽകിയിട്ടുണ്ട്. അത് ഇപ്പത്തെ സ്പോർട്സ് മന്ത്രി? ഇപ്പത്തല്ല, പഴയ സ്പോർട്സ് മന്ത്രിനെ. ഇപ്പത്തിന്റെ മുഖ്യമന്ത്രിനെ അടുത്ത ആഴ്ച കാണാൻ പോവാണ്. മുഖ്യമന്ത്രിനെ കണ്ട് സംസാരിച്ചിട്ട് വേണം സ്പോർട്സ് മന്ത്രിയിലേക്ക് എത്താന്. അതില്ലെങ്കിൽ തമിഴ്നാട് എപ്പോഴും ഏറ്റെടുക്കാൻ തയ്യാറാണ്, കർണാടക തയ്യാറാണ്. അല്ല, ഈ തമിഴ്നാടും കർണാടക പോകുമ്പോ ഇന്ത്യയിൽ പെട്ടാനല്ലേ? പക്ഷെ അവരെ സ്പോർട്സിന് പ്ലേയേഴ്സിനെ സഹായിക്കുന്നുണ്ട്, പ്രോത്സാഹനം നൽകുന്നുണ്ട്. ആവശ്യം പ്രോത്സാഹനം ആവശ്യം. അതുകൊണ്ട് അത് സ്പോർട്സിന്റെ ഗവൺമെന്റ് സഹായം, പ്രോത്സാഹനം നിർബന്ധമാണ്. എവിടെയാണ് അടുത്ത മത്സരം നടക്കുന്നത്? അടുത്തത് ജപ്പാനിൽ നടക്കുന്നുണ്ട്. ഒക്ടോബറിൽ സെലക്ടഡ് ആയിട്ടുണ്ട്. പക്ഷെ പങ്കെടുക്കാം, അറ്റൻഡ് ചെയ്യണം. കാരണം പ്രൈസ് കിട്ടുമെന്ന് വിശ്വാസത്തിലുള്ളത് കൊണ്ടാണ് പോണെന്ന് പറയുന്നത്. അതല്ലേ? അപ്പൊ ഈ വീഡിയോ ഒക്കെ അധികാരികളിലേക്ക് എത്തട്ടെ, നമ്മുടെ സ്പോർട്സ് മന്ത്രിമാരുടെ അടുത്തേക്കൊക്കെ എത്തട്ടെ. ഇത് പരമാവധി ഷെയർ ചെയ്യുക, നമ്മളെ പേജൊക്കെ ഫോളോ ചെയ്യുക. അപ്പൊ പൈസയുടെ കുറവുകൊണ്ടാണ് ഇപ്പൊ അദ്ദേഹം ഇവിടെ നിൽക്കുന്നത്. കാരണം മൂപ്പർക്ക് ഈ വിദേശത്തൊക്കെ പോയി ഇത് ഇന്ത്യനെ പ്രതിനിധീകരിച്ചൊക്കെ ചെയ്യുമ്പോ നല്ലൊരു പൈസ വരുന്നുണ്ട്. പിന്നെ കബഡിക്ക് വേണ്ടി, ബോക്സിക്ക് വേണ്ടിയിട്ടൊക്കെ ഞാൻ സ്റ്റേറ്റിന് വേണ്ടി പങ്കെടുത്തിട്ടുണ്ട്. ഒന്നും പ്രൈസ് ഇല്ലാതെ പോന്നിട്ടില്ല. മിനിമം ഫസ്റ്റ് സെക്കൻഡ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് വിദേശ രാജ്യങ്ങൾ ഏതെങ്കിലും ഓഫർ വന്നിട്ടുണ്ടായിരുന്നു? ഖത്തറിന് ഓഫർ വന്നിട്ടുണ്ട്, ദുബൈന്ന് ഓഫർ വന്നിട്ടുണ്ട്. പോയിട്ടില്ല. കാരണം അവർക്ക് വേണ്ടി ജനിച്ച് വളർന്നിട്ട് ഇന്ത്യക്ക് വേണ്ടി മത്സരിക്കും. അതിന്റെ ഒരു പ്രാധാന്യം കണക്കാക്കിയിട്ടാണ് പോകാതിരുന്നിട്ടുള്ളത്. അതല്ലേ? അപ്പൊ അദ്ദേഹത്തിന് അക്ബറിന് അവരുടെ ആവശ്യം എന്താ വെച്ചാൽ ഇന്ത്യക്ക് വേണ്ടി നേടുക എന്നുള്ളതാണ്, ജനിച്ച നാടിന് വേണ്ടി നേടുക എന്നുള്ള. ഖത്തറും ദുബായും ഒക്കെ അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടും അയാൾ പോയിട്ടില്ല. അപ്പൊ ഇത് പരമാവധി അധികാരികളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഫിറ്റ്സിനെ പറ്റി പറയാനുള്ളത്, നല്ലൊരു ജിമ്മാണ്. വർക്കൗട്ടിന് ഇഷ്ടംപോലെ സൗകര്യങ്ങളുണ്ട്. വിശാലമായിട്ട് സുഖമായിട്ട് കളിക്കാൻ പറ്റും. പുതിയ മോഡേൺ മെഷീൻസ് എല്ലാതും ഇവിടെ ഉണ്ട്. ഒന്നിന്റെ ഒരു കുറവില്ല. ജിമ്മ് എത്ര വർഷം നടത്തിയ ആളാണ്? ഞാനൊരു 10-20 വർഷം ജിമ്മ് നടത്തിയ ആളാണ്. 97 ജിമ്മ് സ്റ്റാർട്ട് ചെയ്ത ആളാണ്. രണ്ടാമത്തെ ജിമ്മിന്റെ ഇൻസ്ട്രക്ടറാണ്.